നിങ്ങൾ നമ്മൾ മെയിൻ റോഡൊക്കെ വിട്ടിട്ട് കണ്ണൂരിന്റെ ഇടവഴികളിലൂടെ നാട്ടുവഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരു ഏകദേശം കണ്ണൂരിലെ റോഡുകളൊക്കെ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കറങ്ങിയിട്ട്. അതെ അതെ. ഇത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാലേ ഈ കണ്ണൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളൊന്നായി ചെത്ത് വ്യവസായം. കള്ളിയത്ത്. അതെ, നല്ല നാടൻ ചെത്തുകൾ കിട്ടും. നീ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുടിച്ചിട്ടില്ല. എന്താ കാണാം. അപ്പൊ ചെത്തും കാണാമല്ലോ അല്ലേ? അതെ. ഇലക്ഷൻ വാർത്ത തേടി നടന്ന് ഞാനിതാണ് ഒരു തെങ്ങിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഒന്നാം തരം തെങ്ങുകളിൽ ചെത്തി ഇറക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഈ കള്ളാണ് ചെത്തി ഇറക്കി ഷാപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ തെങ്ങിൻ്റെ മേളിൽ കയറി കള്ളി എത്തി ഇറക്കുന്നത് കാണുക വലിയൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് ഉച്ചയ്ക്ക് ഒരുക്കി വെച്ചെടുത്ത കള്ളായല്ലേ? ഇനിയിപ്പോ ഒരുക്കണോ? ഇനി ഒരുക്കലില്ല. ഇനിയിപ്പോ എപ്പോഴാണ് ഒരുക്കുന്നത്? ഇനി നാളെ. അല്ല, അപ്പൊ നാളെ പുലർച്ചെ രാവിലെ വന്ന് കള്ളെടുക്കും. കള്ളെടുക്കും അല്ലേ? രാവിലെ നമ്മള് ഈ കുടം കെട്ടി വെച്ചിട്ട് പോയാൽ കള്ളായിട്ടുണ്ടാവും. കള്ളാവും. അതിന്റെ അറ്റത്തല്ലേ ഇത് ചെത്തുന്നേ? ഇതിപ്പോ രാവിലെ എടുക്കാൻ വരുമ്പോ ഒരു 4-5 ലിറ്റർ ഉണ്ടാവുമോ? ഈവനൊരു 2 ലിറ്റർ. ഈ 2 നേരം കൂടെ കൂടിയല്ല 5-6 ലിറ്റർ വരും അല്ലേ? സാധാരണ ചൂടുകാലത്ത് അത്യാവശ്യം കള്ള് കൂടുതൽ പോകുന്ന സമയമല്ലേ? ഇപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. ആണല്ലേ? ഇനിയിപ്പോ നേരെ ഇറങ്ങുവാണോ? നേരെ കഴിഞ്ഞു. ചേട്ടാ, നമ്മൾ വിചാരിച്ച പോലെ അല്ലോ കേട്ടോ. ഇതിന്റെ മേളിൽ കയറി പറഞ്ഞ ഇഷ്ടം കഷ്ടപ്പാട് തന്നെയാണ്. എന്തായാലും നിങ്ങളെയൊക്കെ സമ്മതിക്കണം. ഇത് ചെറിയ തെങ്ങായതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഇത് ഒരു തെങ്ങാണ്. ഒരു ദിവസം 10-15 ഒക്കെ തെങ്ങ് കയറുന്ന ഇതിലും വലിയ തെങ്ങിൽ കയറാറുണ്ടല്ലേ? വലിയ പൊക്കോള്. അത് അങ്ങോട്ടൊക്കെ വലിയ പൊക്കോള്. പക്ഷെ വരുന്ന വഴിക്ക് ഈ തെങ്ങുകളിലൊക്കെ ഇവരുടെ ഈ കാലിന്റെ പാട് കാണാല്ലേ? ഇവര് തഴമ്പ് കാണാം നമുക്ക്. ഇവര് കയറുകയും ചെയ്യും. ഇവരുടെ കാലിലുണ്ടാവും, കയ്യിലും ഉണ്ടാവും. അതൊക്കെയാണ് ഒരു പക്ഷേ ഇവരുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സമയമായി അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം. കണ്ണൂർ ജില്ലയിലെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ കാസർഗോഡും തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് കണ്ണൂർ തീരുകയാണ്. അപ്പോൾ നല്ല തെങ്ങുകളിലൊക്കെ തന്ന് ഞങ്ങളെ യാത്രയാക്കിയതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് പോകാം അല്ലേ? ഓക്കെ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അതെ.